കൊല്ലത്തും ശക്തമായ മഴയിൽ രണ്ടിടങ്ങളിൽ വള്ളം മറിഞ്ഞ് 8 പേരെ കാണാതായിട്ടുണ്ട്. നീണ്ടകരയിലും തങ്കശ്ശേരിയിലുമാണ് വള്ളം മറിഞ്ഞത്. ഇന്നലെ വള്ളം മുങ്ങി ഒരാൾ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. രാജ്കുമാർ ചേരുകയാണ് നമ്മളോടൊപ്പം. രാജ്കുമാർ, കൊല്ലത്തിന്റെ തീരദേശ മേഖലയുടെയും മറ്റു ഭാഗങ്ങളിലെയും നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് മഴക്കെടുതി അവിടെ രൂക്ഷമാകുന്നത്? നിലവിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതൊരു ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തീരമേഖലയിൽ, അതായത് 2 മരണം സ്ഥിരീകരിച്ചു, 2 പേരുടെ മൃതശരീരങ്ങൾ ലഭിച്ചു, 2 പേരെ കാണാതായി. ഇതിൽ 8 എന്നുള്ളത് ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെട്ടു, മറ്റു ചില വള്ളങ്ങൾ രക്ഷപ്പെടുത്തിയെന്നാണ് ഒരല്പം മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ. അതേസമയം തന്നെ വിലക്ക് ലംഘിച്ച് ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നറിയിപ്പുകൾ തീരെ കുറവായിരുന്നു. കാലാവസ്ഥ ഇതുപോലുള്ള മഴ, ശക്തമായ മഴയോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള മുന്നറിയിപ്പുകളൊന്നും കർശനമായി നൽകിയിരുന്നില്ല. മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിൽ കർശനമായ വ്യവസ്ഥകൾ പാലിക്കണം, കടത്തിവിടില്ല എന്നുള്ള യാതൊരു തീരുമാനമില്ലായിരുന്നു. പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ 2 ജീവൻ നഷ്ടപ്പെട്ടതും 8 പേരെ കാണാതായതിൽ ഇപ്പോൾ 6 പേർ അവർ നീന്തിക്കയറുകയും മറ്റു വള്ളങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 2 പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ഒരു 3 ദിവസത്തെ കണക്കെടുത്താൽ 3 മരണമാണ് കൊല്ലം തീരക്കടലിൽ മാത്രം ഇപ്പോൾ അവർ ജീവൻ മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഞാനിപ്പോൾ നിൽക്കുന്നത് വനമേഖലയിലാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ കുളത്തുപുഴ, ആ കുളത്തുപുഴയിലെ 30 അടി പാലം എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഇപ്പോൾ ഇത് അന്തർ സംസ്ഥാന പാതയാണ്. കുളത്തുപുഴയിൽ നിന്ന്, അതായത് തെന്മലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ്, മടത്തറ വഴി പോകുന്ന ആ പാത ഇപ്പോൾ പൂർണ്ണമായും വെള്ളം മുങ്ങി ഗതാഗതം സ്തംഭിച്ച നിലയിലാണ്. അങ്ങോട്ടേക്ക് ഒരു വാഹനങ്ങളും കടത്തിവിടുന്നില്ല. ഇവിടുന്ന് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പുറകുവശത്ത് ഒരു 150-200 മീറ്ററിൽ അവിടെ ഒരു ബാരിക്കേഡ് വെച്ച് പോലീസ് അത് മുഴുവനും മാറ്റിക്കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് ഒരു വാഹനങ്ങളും കടത്തിവിടുന്നില്ല. ആളുകൾക്ക് നടന്നുപോലും പോകാൻ കഴിയാത്ത വിധം ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒരല്പം ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും മഴ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ഉച്ച കഴിയുമ്പോൾ വീണ്ടും മഴ ശക്തിപ്പെടാനുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇതിൽ ഈ പറയുന്ന മുന്നറിയിപ്പുകളെല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇതിൻ്റെ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ നൽകിയിരുന്ന മുന്നറിയിപ്പുകൾ ഇക്കുറി കണ്ടില്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടിയുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പത്തനംതിട്ടയിലും അതുപോലെ കോട്ടയം, ഇടുക്കി പോലെ തന്നെ കൊല്ലം ജില്ലയിൽ അത്രയും സമാനമായ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും തീരമേഖലയിലും അതുപോലെ തന്നെ ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മലപ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ദുരിതമാണ് ജനങ്ങൾക്കിപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരവസ്ഥ? ഇവിടെ ഇത് അന്തർ സംസ്ഥാന പാതയാണ്. ഇവിടെ പൂർണ്ണമായും 2 ദിവസം തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. കൂടാതെ നമുക്ക് ഈ പാത മാത്രമല്ല, തൊട്ട് അടുത്ത പ്രദേശമായ ചോഴിക്കോട് പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കൂടാതെ അങ്ങോട്ട് നമ്മുടെ വീടുകളിൽ വെള്ളം കയറിയുന്നു. എല്ലാ വീടുകളിലും, അതായത് ചോഴിക്കോട് പ്രദേശം താഴെ ഭാഗത്ത് ആറിനോട് ചേർന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ മൊത്തം വെള്ളം കയറി മണ്ണിടിപ്പ് ഉൾപ്പെടെ ഉണ്ടാകുന്ന ആളുകൾക്ക് പുറത്തോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ പൂർണ്ണമായും ഗതാഗതവും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഈ ചോഴിക്കോടിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് അവിടെ ഇച്ചിരി താഴ്ന്ന പ്രദേശം, അവിടെ ഈ പറയുന്ന ഈ കുളത്തുപുഴ ആറിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ കൈത്തോടുകളിൽ നിന്നുള്ള ജലം മുഴുവനും കയറി ആ വീടുകളിൽ ഇപ്പോൾ താമസിക്കാൻ കഴിയുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. അവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, രാഷ്ട്രീയ ഭേദമന്യേ മുഴുവനും ആളുകൾ ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ആളുകളെ മുഴുവനും പറഞ്ഞു മനസ്സിലാക്കി ഒഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഈ കുളത്തുപുഴ പാലം, ആ ക്ഷേത്രത്തിലേക്കുള്ള പാലത്തിന് സമീപത്തെ ചില വീടുകളെല്ലാം വിണ്ട് കീറിയിട്ടുണ്ട്. അത് ഏത് സമയം ജലനിരപ്പ് അവിടെയും ശക്തമായ നീരൊഴുക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശ്രദ്ധേയമായ ഒരു കാര്യം, തെന്മല പരപ്പാർ ഡാമിലെ ജലസംഭരണിയിലേക്ക് അത്ര കാര്യമായ നീരൊഴുക്കില്ല. അവിടെ 99.37% മാത്രമാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇത് കഴിഞ്ഞ മൺസൂൺ സീസണിൽ 101.8 ആയിരുന്നു ജലനിരപ്പെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു 2 ദിവസത്തെ ആ മഴയിൽ അത് 99 മാത്രമേ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് രാത്രി കൊണ്ട് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നു. ഒരു 106 മറ്റോ എത്തിയാൽ പരപ്പാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാനാണ് ഇതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ജലസേചന വകുപ്പിൻ്റെ തീരുമാനം. എന്തായാലും ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വൻ കൃഷിനാശമുണ്ട്. അതുമാത്രമല്ല, ഈ മഴവെള്ളം ഇങ്ങനെ വന്നതോടുകൂടി വിഷസർപ്പങ്ങൾ മുഴുവനും ജലത്തിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വന്യമൃഗങ്ങൾ, ഈ പ്രത്യേകിച്ച് കുളത്തുപുഴയിൽ, ഈ കുളത്തുപുഴ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ കാട്ടുപോത്തിൻ്റെയും അതുപോലെ ആനയുടെയും കാട്ടാനയുടെയും കഴിഞ്ഞ ഏതാണ്ട് 2 മാസമായി അതായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ അടുത്തത് മഴ കൂടി അവരെ വല്ലാത്ത ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്.